നികുതി വർധനവിനെതിരെ കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരുകയാണ്. പലയിടത്തും സംഘർഷമുണ്ട്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ കാണുന്നത് കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ഇന്ധന സെസ് ഉൾപ്പെടെ ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ പ്രതിഷേധം നടക്കുകയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും DCCയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റുകളിലേക്കുമാണ് മാർച്ച് നടന്നത്. എറണാകുളത്ത് ഇപ്പോൾ കാണുന്നത് കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. പ്രവർത്തകർ ഇപ്പോഴും അവിടെ തുടരുകയാണ്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം തുടരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും അവിടെ തുടരുന്ന അവസ്ഥ. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. പോലീസ് ജലപീരങ്കിയും ടിയർ ഗ്യാസും പ്രയോഗിച്ചു. ഇപ്പോഴും ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകർ തുടരുകയാണ്. വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പലയിടത്തും പ്രതിഷേധത്തിൽ വ്യാപകമായി സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. തുടർന്ന് കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങി. ഇപ്പോൾ പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചിരിക്കുന്നു. പോലീസിന് നേരെ കല്ലെറിയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൊച്ചിയിലും തൃശൂരും വലിയ രീതിയിലുള്ള പ്രതിഷേധം. അത് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കൊച്ചി കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസിന്റെ ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് നീങ്ങാൻ പ്രവർത്തകർ ശ്രമിക്കുകയാണ്. ഒരു തവണ ജലപീരങ്കിയും ഗ്രനേഡും പോലീസ് പ്രയോഗിച്ചു. പോലീസിന് നേരെ കല്ലും കൊടിയുമൊക്കെ വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ അവിടെ കാണാം. സംഘർഷഭരിതമാണ് കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ കാര്യങ്ങൾ. ബജറ്റിലെ നികുതി വർധനവിനെതിരെ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ അന്നു മുതൽ ആരംഭിച്ച പ്രതിഷേധം കോൺഗ്രസ് കൂടുതൽ വ്യാപിപ്പിക്കുകയാണ്. ഇപ്പോൾ വിവിധയിടങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ പ്രതിഷേധം നടക്കുന്നു. കൊച്ചിയിൽ കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്കാണ് പ്രതിഷേധം ഇന്ന് നടത്തിയത്. അത്
സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നു. ഇപ്പോൾ പോലീസിന് നേരെ കല്ലെറിയുന്ന ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. പ്രവർത്തകർ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ബാരിക്കേഡ് തകർത്തവർ മുന്നിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. പോലീസ് സംഘം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ അവിടെയുണ്ട്. പോലീസും സമരക്കാരും നേർക്കുനേർ നിൽക്കുന്ന കാഴ്ച തത്സമയം കാണുന്നത് കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നിന്നാണ്. പ്രകോപനപരമായ മുദ്രാവാക്യം പോലീസിന് നേരെ മുഴക്കിക്കൊണ്ട് പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് തകർത്തിരിക്കുന്നു. ബാരിക്കേഡ് മറിച്ചിട്ടിരിക്കുന്നു. അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതേസമയം കൂടുതൽ പോലീസുകാരെ അവിടെ വിന്യസിച്ചുകൊണ്ട് അവരെ വഴി തടയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജലപീരങ്കിയും ഗ്രനേഡും പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാതെ പ്രവർത്തകർ അവിടെ തുടരുകയാണ്. നടത്തുന്ന സമരമാണ്. ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ പോലീസുകാരും കുടുംബത്തിന് വേണ്ടിയിട്ട് കൂടി നടത്തുന്ന സമരമാണ്. പോലും ആയിരക്കണക്കിന് രൂപ ടാക്സായി വാങ്ങിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. ആ ജനകീയ പ്രക്ഷോഭം നടന്ന സമയത്ത് സഹാക്കന്മാരായിട്ടുള്ള പോലീസുകാർ അറിഞ്ഞ കല്ല് ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകന്റെ ദേഹത്താണ് പതിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇതായിരിക്കില്ല ഇവിടെ നടക്കുന്നത്. ജലപീരങ്കിയും ടിയർ ഗ്യാസ് ഉപയോഗിച്ച് രാത്രി ഉപയോഗിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന സമരത്തെ അടിച്ചമർത്താമെന്ന് സർക്കാരോ ഈ ഭരണകൂടമോ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. നിങ്ങൾ ലാത്തി കാണിച്ചും നിങ്ങളുടെ കയ്യിലുള്ള ദണ്ഡികൾ ഉപയോഗിച്ചും ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഞങ്ങൾ തകർക്കാമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ തകർക്കപ്പെടുന്ന സമരശക്തിയല്ല കോൺഗ്രസിന്റേതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾ പറയുന്നു, ഈ സമരം കേരളത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരും വേണ്ടിയിട്ടുള്ള സമരമാണ്. ഈ സമരത്തെ സ്ത്രീകൾ ഉൾപ്പെടെ പ്രായമായവർ ഉൾപ്പെടെ പങ്കെടുത്ത ഈ സമരത്തിലേക്കാണ് ടിയർ ഗ്യാസ് പൊട്ടിച്ചത്. ഇതുകൊണ്ടൊന്നും തകർന്നു പോകുന്നവരല്ല. ടിയർ ഗ്യാസിന് മുന്നിലും അതുപോലെ തന്നെ ലാത്തിക്ക് മുമ്പിലും കല്ലിന് മുമ്പിലും ഒന്നും തകരുന്നവരല്ല കോൺഗ്രസ് എന്ന് എറണാകുളത്തെ പോലീസുകാർ മനസ്സിലാക്കണം. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ വരുന്നവരെ പ്രതികളെ എന്നുള്ള രീതിയിൽ കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്നത് പോലെ കയറ്റുപിടിച്ച് ഞെരിക്കാനും കൈകാലുകൾ വളച്ചൊടിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് നിങ്ങൾ പോലീസാണോ ഗുണ്ടകളാണോ? പിണറായി വിജയന്റെ ഗുണ്ടകളാണോ എറണാകുളത്തെ പോലീസ്? കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി ആക്രമിക്കുന്ന, കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ജയിലിലടക്കാനുള്ള ശ്രമം നടത്തുന്ന ഈ ജനാധിപത്യ വിരുദ്ധ സമരങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടമാണ് കോൺഗ്രസ് നടത്തുന്നത്. ഈ നികുതി വർധനവ് പിൻവലിക്കുന്നത് വരെയുള്ള ശക്തമായ പോരാട്ടമായിരിക്കും കേരളം കാണാൻ പോകുന്നത്. ഞങ്ങൾ നടത്തിയ ഈ സമരം ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും വേണ്ടി നടത്തിയ സമരമാണ്. ഈ സമരത്തെയാണ് തകർക്കാമെന്നും ഈ സമരത്തെയാണ് ഇല്ലായ്മ ചെയ്യാമെന്നും ഈ സമരത്തെ അടിച്ചമർത്താമെന്നും മോഹിച്ചുകൊണ്ട് പിണറായി വിജയന്റെ വാക്ക് കേട്ട് ഏതെങ്കിലും ലാത്തി പിടിച്ച പോലീസുകാരൻ എറണാകുളത്തേക്ക് വരണ്ട എന്നാണ്. ഈ സമരം ഇനിയും അതിശക്തമായിട്ടുള്ള പോരാട്ടം ഈ സമരത്തിന്റെ ഈ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുക്കുന്ന ഈ സമരം ഇനിയും തുടരും. കേരളത്തിന്റെ തെരുവുകൾ, എറണാകുളത്തിന്റെ തെരുവുകൾ അത് ചുമന്നതായാലും ആ തെരുവുകളെ
നേരിടാനുള്ള കരുത്ത് കേരളത്തിലെ കോൺഗ്രസിനും എറണാകുളത്തെ കോൺഗ്രസിനും. നിങ്ങൾ അതിന്റെ ഗ്രനേഡ് ഞങ്ങളുടെ കണ്ണിൽ പോയപ്പോൾ നിങ്ങൾക്ക് വിഷമമില്ല. നിങ്ങൾ അടിച്ച ഗ്രനേഡ് ഒരെണ്ണം തിരിച്ചങ്ങോട്ട് വന്നപ്പോൾ കണ്ണ് ചുമന്ന് നിൽക്കുന്ന ഈ പോലീസുകാരുണ്ടല്ലോ, നിങ്ങൾ കാണിച്ച ഈ വൃത്തികേട്, അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം കേരളത്തിലെ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും. നിങ്ങളുടെ കയ്യിൽ ലാത്തി തന്നിരിക്കുന്നത് നിയമം നടപ്പിലാക്കാനാണ്. കുറ്റവാളികളെയും പിടിച്ചുപറിക്കാരെയും കൊലപാതകളെയും എല്ലാം സംരക്ഷിക്കുന്ന പോലീസല്ലേ കേരളത്തിലെയും എറണാകുളത്തെയും പോലീസ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു നിയമം, കോൺഗ്രസിന് മറ്റൊരു നിയമം. ഈ നാട്ടിലെ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും സംരക്ഷിക്കുന്ന കോൺഗ്രസിനെ അടിച്ചമർത്തി മുന്നോട്ട് പോകാമെന്ന് ഏതെങ്കിലും പോലീസുകാർ വിചാരിച്ചാൽ അവരൊക്കെ തൊപ്പി ഊരി വെച്ച് ഈ പറയുന്ന കുപ്പായം കഴിച്ചുകൊണ്ട് വീട്ടിൽ പോയിരിക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ പോയി വിടുപണി ചെയ്യാം കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ സമരത്തെ തകർക്കാമെന്ന് ആരും കരുതണ്ട എന്നുകൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധം തുടരുകയാണ്. എറണാകുളത്ത് കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. ഇപ്പോൾ പോലീസും പ്രവർത്തകരും നേർക്കുനേർ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി എന്താണ്? പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാരിക്കേഡൊക്കെ തകർത്ത് മുന്നേറാനുള്ള ഒരു ശ്രമം നേരത്തെ നടന്നിരുന്നു. എറണാകുളത്ത് കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്കായിരുന്നു അവിടെ മാർച്ച് നടന്നത്. മാർച്ചിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, ഗ്രനേഡ് പ്രയോഗിച്ചു. എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയിരുന്നില്ല. ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിട്ട് അതിന് മുകളിൽ കയറി നിന്ന് ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്, തടയിടാൻ പോലീസ് ശ്രമിക്കരുതെന്നതടക്കമുള്ള കാര്യങ്ങൾ മുൻനിര നേതാക്കൾ അവിടെ നിന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ പിരിഞ്ഞു പോകുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നതെന്ന് മനസ്സിലാക്കുന്നു. പോലീസ് പുറകിൽ തന്നെയുണ്ട്. ഒരു സംഘർഷ സാധ്യത ഇനിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വനിതാ പ്രവർത്തകരടക്കമുള്ളവർ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. ബജറ്റ് പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ കോൺഗ്രസ് ആരംഭിച്ച സമരം ഇപ്പോൾ വലിയ രീതിയിൽ സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുകയാണ്. ഡാനി ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, നിലവിലെ അവസ്ഥ എന്താണ്? പ്രവർത്തകർ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ് മുദ്രാവാക്യം വിളിച്ച്. പ്രവർത്തകർ പൂർണ്ണമായും പിരിഞ്ഞു പോയിട്ടില്ല. പ്രവർത്തകരുടെ ഒരു വിഭാഗം ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നു. ഇവരെ പിന്തിരിപ്പിക്കാനായിട്ട് അവര് നേതാക്കളടക്കം ഇടപെട്ട് അവരെ പിന്തിരിപ്പിക്കുന്നുണ്ട്. വളരെ സംഘർഷഭരിതമായ ഒരു അവസ്ഥയായിരുന്നു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ച് മുന്നോട്ട് നീങ്ങുകയും പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് വലിയ രീതിയിൽ ഏറ്റുമുട്ടുന്ന ഒരു സംഘർഷ സാധ്യതകളിലേക്കാണ് നീങ്ങിയിരുന്നത്.
പിന്നീട് നേതാക്കൾ ഇടപെട്ട പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. എന്തായാലും അതിശക്തമായ പ്രതിഷേധമാണ് ഇന്ന് ഇവിടെ ഉണ്ടായത്. കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് ഈ രീതിയിലേക്ക് പ്രതിഷേധത്തിലേക്ക് വഴിമാറിയത്. വളരെ പ്രവർത്തകരുടെ സജീവമായ ഒരു പങ്കാളിത്തം പ്രകടമായിരുന്നു. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ ഇതിൽ സജീവമായിട്ട് തന്നെ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഈ ഉദ്ഘാടനത്തിന് ശേഷം KPCC വൈസ് പ്രസിഡന്റ് VJ പൗലോസ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷമാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാവുകയും പോലീസിന് നേർക്ക് കല്ലും തക്കാളിയും എല്ലാം തന്നെ എറിയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന് തുടർന്നാണ് കണ്ണീർ ചില പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നതിനെ തുടർന്നാണ് കണ്ണീർ. ശരി ഡാനി, എന്തായാലും ഇപ്പോൾ സംഘർഷാവസ്ഥ നിലവിലില്ല എന്ന് വേണം കരുതാൻ. അവിടെ കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ വലിയ പ്രതിഷേധമുണ്ടായി, വലിയ സംഘർഷമുണ്ടായിരുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. ഇപ്പോൾ ഒരു വിഭാഗം പ്രവർത്തകർ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡാനി ഇപ്പോഴാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരത്തേക്ക് എത്തിയ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് DCCയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന പ്രതിഷേധം ഏത് രീതിയിലായിരുന്നു? എപ്പോഴാണ് ഇപ്പോഴും തുടരുകയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും അശ്വതി, ശക്തമായ പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസ് സഭയ്ക്കുള്ളിലും പുറത്തും ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സഭയ്ക്കുള്ളിൽ MLA-മാർ നിരാഹാരം അനുഷ്ഠിക്കുകയാണെങ്കിൽ സഭയ്ക്ക് പുറത്ത് പോഷക സംഘടനകളുടെയും മറ്റ് ബഹുജന സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. എന്തായാലും നിലവിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ ധർണയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. അദ്ദേഹമാകും ഈ ധർണ ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷം സെക്രട്ടേറിയറ്റിന്റെ പടിക്കലേക്ക്, അതായത് സമര കവാടത്തിലേക്ക് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് ബന്ദോബസ്താണ് സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് മുഴുവൻ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. വിവിധ സംഘടനകൾ, അതായത് കോൺഗ്രസിന്റെ UDF-ന്റെയും പ്രതിഷേധ സമരങ്ങൾക്ക് പുറമെ മറ്റ് സംഘടനകളും പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് എത്തുന്നതിനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷയാണ് സിറ്റി പോലീസ് സെക്രട്ടേറിയറ്റ് കവാടത്തിൽ ഉൾപ്പെടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ പ്രക്ഷോഭത്തിന് സെക്രട്ടേറിയറ്റ് പരിസരവും തലസ്ഥാന നഗരിയും സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെയാണ് സൂചന. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കാണുന്നത് കോട്ടയത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. കോട്ടയത്തും സംഘർഷമുണ്ട്. അവിടെ കോട്ടയത്ത് സിവിൽ സ്റ്റേഷന് മുന്നിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു പ്രവർത്തകർക്ക് നേരെ. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കോട്ടയം സിവിൽ സ്റ്റേഷന് മുന്നിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞതിനു ശേഷം ജലപീരങ്കി പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.
കോട്ടയം കളക്ട്രേറ്റിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പോലീസിനെയും തിരിച്ചാക്രമിക്കുന്ന ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ കമ്പും കൊടിയും ഒക്കെ വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവർ ഇപ്പോഴും കളക്ട്രേറ്റിന് മുന്നിൽ, സിവിൽ സ്റ്റേഷന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്നും വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എപ്പോഴാണ് അവിടേക്ക് പ്രതിഷേധം നടന്നത്? എപ്പോഴാണ് ഇതൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കലാശിച്ചത്? ശ്രീജിത്ത്, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രവർത്തകർ ഇപ്പോഴും അവിടെ തുടരുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമല്ലോ. മണിക്കൂർ മുമ്പാണ് ഈ ഒരു സമരം ആരംഭിക്കുന്നത്. എം എം ഹസൻ ഉദ്ഘാടനം ചെയ്യുന്നു, അദ്ദേഹം മടങ്ങുന്നു. അതിനുശേഷമാണ് ഇവിടെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഏതാണ്ട് ഒരു 10 മിനിറ്റായി സംഘർഷാവസ്ഥ തുടരുകയാണ്. പ്രവർത്തകർ ഈ ബാരിക്കേഡ് തകർത്തുകൊണ്ട് ഉള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ആ സമയത്താണ് ആദ്യഘട്ടത്തിൽ പോലീസ് മാറി നിന്നു. പക്ഷേ പിന്നീട് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ പോലീസിന് നേരെ രൂക്ഷമായ കല്ലേറും ഉണ്ടായി. ഈ ജലപീരങ്കി പ്രയോഗത്തിൽ തന്നെ നിരവധി പ്രവർത്തകർക്ക് വീണും മറ്റും പരിക്ക് ഏൽക്കുന്ന സ്ഥിതിയുണ്ട്. വനിതകൾ അടക്കമുള്ള പ്രവർത്തകർ ഈ ഒരു മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് ഈ പ്രതിഷേധത്തിലടക്കം പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും DCC അധ്യക്ഷൻ നാട്ടകം സുരേഷ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ചിന്തു കുര്യൻജോയ് ഉൾപ്പെടെയുള്ളവർ ഈ സമരമുഖത്ത് ഇപ്പോഴും തുടരുകയാണ്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ഒരു ശ്രമം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ നാട്ടകം സുരേഷ് ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴും വീണ്ടും ഈ ഒരു ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഒരു പക്ഷേ വീണ്ടും ജലപീരങ്കിക്കുള്ള സാധ്യത കാണുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും അല്പസമയം മുമ്പ്, ഏതാണ്ട് 10 മിനിറ്റ് മുമ്പാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. ആ സംഘർഷത്തിന് ഇപ്പോഴും ഒട്ടും അയവ് വരുന്നില്ല. അധിക നികുതി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാർച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം കളക്ടറേറ്റിലേക്ക് നടത്തിയത്. എം എം ഹസനായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഈ ഒരു സംസ്ഥാന സർക്കാരിന്റെ രൂക്ഷമായ ഈ വിലക്കയറ്റത്തിന് വഴിവെക്കുന്ന നടപടികൾ പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം പിരിഞ്ഞു പോയതോടുകൂടിയാണ് കൂടുതലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന് മുന്നിലേക്ക് വരികയും ഈ ഒരു ബാരിക്കേഡ് തകർക്കാനും വലിയ പ്രതിഷേധം അവർ പ്രകടിപ്പിക്കാനും തയ്യാറായത്. ഇപ്പോഴും ഇടയ്ക്ക് കല്ലേറും മറ്റും തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നാട്ടകം സുരേഷ് ഉൾപ്പെടെയുള്ള DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഈ സമരമുഖത്ത് ഏറ്റവും മുന്നിൽ തന്നെ തുടരുകയാണ്. ജലപീരങ്കി പിൻവലിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഏതാണ്ട് എന്തായാലും പീരങ്കി അത് അല്പം പുറകിലേക്ക് മാറുന്നുണ്ട്. ഈ പ്രവർത്തകർ ഇനി പിൻവലിഞ്ഞില്ല എങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിൽക്കാനാണ് ശ്രമമെങ്കിൽ ഒരുപക്ഷെ ലാത്തി ചാർജിലേക്കും മറ്റും കാര്യങ്ങൾ പോകുന്നു. എന്തായാലും ഈ സമരത്തിൽ നാട്ടകം സുരേഷ് ഉൾപ്പെടെ അധ്യക്ഷൻ നാട്ടകം സുരേഷ് ഉൾപ്പെടെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഷർട്ടിലും മറ്റും ചോര നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ജലപീരങ്കി പ്രയോഗത്തിനിടെയാണ് ഈ സംഭവങ്ങൾ. പലരും വീഴുന്ന സാഹചര്യവും മറ്റും ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ അല്പം പിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടുകൂടി ഒരുപക്ഷെ പ്രവർത്തകർ ഈ ഗേറ്റിനടുത്ത് നിന്ന്, ബാരിക്കേഡിനടുത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് വീണ്ടും മുദ്രാവാക്യം വിളിക്കുകയാണ്. ഈ ഒരു പോലീസ് ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഈ സംഘർഷം അത് തുടരുന്നു, സംഘർഷാവസ്ഥ തുടരുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായും അയവ് വന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്ഥിതി അല്ല ഉള്ളത്. നിലവിൽ എന്തായാലും നാട്ടകം സുരേഷ് അദ്ദേഹം സംസാരിക്കുകയാണ്. കോട്ടയത്ത് സംഘർഷാവസ്ഥയ്ക്കായവില്ല, അവിടെയും സംഘർഷാവസ്ഥ തുടരുകയാണ്, നിലനിൽക്കുകയാണ് എന്നാണ് ജി ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ പോലീസിന് നേരെ കല്ലേർ ഇപ്പോഴുമുണ്ട്. അതേസമയം പ്രവർത്തകർക്ക് പരിക്കേറ്റു, നാട്ടകം സുരേഷിന് ഉൾപ്പെടെ പരിക്കേറ്റു എന്ന് ജി ശ്രീജിത്ത് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. കൊല്ലത്തേക്ക് പോയാൽ അവിടെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരത്തെ ഉണ്ടായിരുന്നു. ഷാനോസ് ഡേവിഡാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. ഷാനോസ്, നിലവിലെ അവസ്ഥ എന്താണ് പ്രതിഷേധത്തിന്റെ? നിലവിൽ പ്രതിഷേധത്തിന് അയവ് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസുമായി ഏറെ നേരം ഉന്തും തള്ളുമുണ്ടാകുന്ന സാഹചര്യമാണ്. അതായത് 11:00 കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കൊല്ലം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ഹിന്ദു കൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു 100ഓളം വരുന്ന പ്രവർത്തകർ മാർച്ച് നടത്തിയത്. എന്നാൽ പ്രവർത്തകർ ആദ്യം റോഡിന് കുറുകെ വെച്ചിരുന്ന ബാരിക്കേഡ് പൂർണ്ണമായി എടുത്തു മാറ്റി. അടുത്ത ഘട്ടം ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്ന ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തിയത്. എന്നാൽ
അതിന് പോലീസ് സംയമനം പാലിച്ചെന്നുള്ളതാണ്. പോലീസിന് നേരെ നിരവധി തവണ ഉണ്ടായി, സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി, നേരിയ സംഘർഷമുണ്ടായി. എന്നാൽ ആ സമയത്തൊക്കെയും പോലീസ് സംയമനം പാലിച്ചതുകൊണ്ട് വലിയ സംഘർഷത്തിലേക്ക് കടക്കാതെ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ വലിയ തരത്തിലുള്ള ലാത്തിചാർജിലേക്കോ സംഘർഷത്തിലേക്ക് കടന്നുപോകേണ്ട സാഹചര്യമുണ്ടായിരുന്നു. പോലീസ് കൃത്യമായി സംയമനം പാലിച്ചു. പ്രവർത്തകരെ കടത്തിവിടാനുള്ള ഒരു രീതിയാണ് പോലീസ് പ്രധാനമായിട്ട് സ്വീകരിച്ചത്. ഏറെ നേരം ഉന്തും തള്ളും ഉണ്ടായിട്ടും പ്രവർത്തകരെ പൂർണ്ണമായി തടഞ്ഞു നിർത്തുന്നതിൽ പോലീസിന് വിജയിക്കാൻ കഴിഞ്ഞു. എന്നാലും വലിയ തോതിലുള്ള ഏറെ നേരം നീണ്ടുനിന്ന ഒരു സംഘർഷ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് മന്ത്രിയുമായ VS ശിവകുമാറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഏതാണ്ട് 11:30 തുടങ്ങിയ സംഘർഷം ഏകദേശം ഒരു 3/4 മണിക്കൂറോളം 40 മിനിറ്റിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷ സാഹചര്യമാണ് അവിടെ ഉണ്ടാക്കിയത്. എന്തായാലും ബിന്ദു കൃഷ്ണ അടക്കമുള്ള നേതാക്കളാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. കാരണം ഈ സെസ് വർധന തുടങ്ങിയ സർക്കാർ ബജറ്റ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ കൊല്ലം ജില്ലയിൽ വ്യാപകമായ പ്രതിഷേധ പരിപാടികൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകിയിരുന്നത്. 15 മിനിറ്റിനകം തന്നെ കൊല്ലം നഗരത്തിൽ ബിന്ദു കൃഷ്ണ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ആ പരിപാടിയിൽ VD സതീശൻ അടക്കമുള്ളവർ പങ്കെടുത്തു. തൊട്ടു പിന്നാലെ അടുത്ത ദിവസം തന്നെ കളക്ടറേറ്റിലേക്ക് കടന്നു കയറി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ ഈ സെസ് വർധന പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ കൊല്ലം ജില്ലയിൽ വ്യാപകമായ പ്രതിഷേധമാണ് കോൺഗ്രസും UDF-ഉം ഉയർത്തുന്നത്. എന്തായാലും ഏറെ നേരം നീണ്ടുനിന്ന സംഘർഷ അന്തരീക്ഷത്തിന് അയവ് വന്നിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, കൊല്ലത്ത് എന്തായാലും ഇപ്പോൾ സംഘർഷാവസ്ഥ നിലവിലില്ല എന്നാണ് ഷാനോസ് ഡേവിഡ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് തൃശ്ശൂരിലെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. അവിടെയും പോലീസിന്റെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വലിയ പ്രതിഷേധമാണ് തൃശ്ശൂരിലും നടന്നത്. പോലീസ് അവിടെ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. ഇപ്പോൾ കാണുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇന്ധന സെസ് ഉൾപ്പെടെ ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം നടത്തുകയാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ പ്രതിഷേധം വലിയ സംഘർഷത്തിലേക്കൊന്നും എത്തിയില്ല. കാര്യങ്ങൾ സമാധാനപരമായിരുന്നു പ്രതിഷേധം. എന്തായാലും ഈ ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ കോൺഗ്രസ് ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി എടുത്തിരിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് സംസ്ഥാന വ്യാപകമായുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധം. ഇപ്പോൾ കാണുന്നത് കാസർഗോഡ് നിന്നുള്ള കളക്ട്രേറ്റ് മാർച്ചിന്റെ ദൃശ്യങ്ങളാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ നടന്ന പ്രതിഷേധ ധർണ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. അവിടെയും പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടഞ്ഞു. നികുതി വർധനവിനെതിരെ കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരുമ്പോൾ പലയിടത്തും സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ്. വളരെ വേഗം മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. വെള്ളക്കരം വർധനവ് അത്ര ഭീകരമാണോ എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിലാണ് വർധന. വെള്ളത്തിന്റെ ഉപയോഗത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ പൊതുസമൂഹത്തെ പഠിപ്പിക്കാൻ സമയമായെന്നും മന്ത്രി പറഞ്ഞു. വെള്ളക്കരം വർദ്ധിപ്പിച്ചതിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിനാണ് മന്ത്രിയുടെ മറുപടി. 1 ലിറ്റർ വെള്ളത്തിന് 1 പൈസ കൂട്ടി, അതല്ലേ കണക്ക്. അത് മനസ്സിലാക്കാനുള്ളൊരു ഭാഷയെ ഞാൻ പറഞ്ഞുള്ളൂ. 1 ലിറ്റർ വെള്ളം നമ്മൾ മേടിച്ചു, അതിൻ്റെ തുക അതിന് 1 പൈസയുടെ വർധന ഉണ്ടായിട്ടുള്ളൂ. അത് 50,000 ലിറ്റർ ഉപയോഗിച്ചാൽ അതിനനുസരിച്ച് വർദ്ധിക്കും, 1 ലക്ഷം ഉപയോഗിച്ചാൽ അതിനനുസരിച്ച് വർദ്ധിക്കും. ജലത്തിൻ്റെ വിനിയോഗത്തിൽ ചില സാധ്യതകളും അതിൻ്റെ ഉപയോഗത്തിൽ ചില കുറവുകളും എല്ലാം വരുത്താൻ പൊതുസമൂഹത്തെ പഠിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അത്ര ഭീകരമായൊരു വർധനവാണോ? സ്വാഭാവികമായും അക്കാര്യം നമ്മൾ ചിന്തിക്കണം. നിരക്ക് വർദ്ധിപ്പിച്ചത് സമാനതകളില്ലാത്ത ക്രൂരതയെന്നും കിട്ടാത്ത വെള്ളത്തിനും ചാർജ് അടയ്ക്കേണ്ട അവസ്ഥയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഞങ്ങൾക്ക് പരിചയമുള്ള റോഷി അഗസ്റ്റിൻ ഈ വിധത്തിൽ മറുപടി പറയുന്ന ആളല്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇവിടെ ഒരു ഇംപ്രോപ്രൈറ്റി ഇല്ലേ? നിയമസഭ സമ്മേളിക്കുന്ന സമയത്ത് നിയമസഭ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസം പോയി വെള്ളക്കരം കൂട്ടിക്കൊണ്ടൊരു ഗവൺമെൻറ് ഓർഡർ ഇറക്കുന്നത് ഈ സഭയോടുള്ള അനാദരവാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അത് പ്ലീസ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ്.
അത് സഭയോടുള്ള അനാദരവാണ്. അത് ചെയ്യാൻ പാടില്ല സർ, അത് ചെയ്യാൻ പാടില്ല. ജനങ്ങളെ വെല്ലുവിളിച്ച് വെള്ളക്കരവും കൂടി കൂട്ടിയാൻ കൊടുക്കുക, അതല്ലേ വെല്ലുവിളിയല്ലേ? അതിൻ്റെ ഇടയിൽ ഇലക്ട്രിസിറ്റിയുടെ ചാർജ് കൂട്ടിയിട്ടുണ്ട്. വൈദ്യുതി ബോർഡ് ലാഭത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ വൈദ്യുതി ചാർജ് കൂട്ടും. അതൊക്കെ നിങ്ങൾ ചെയ്യും. വൈദ്യുതി ബോർഡ് ലാഭത്തിലാണെന്ന് മന്ത്രി ഒരു വശത്ത് പറയും, വൈദ്യുതി ചാർജ് കൂട്ടും, പിന്നെയും കൂട്ടി വൈദ്യുതി ചാർജ്. എം വിൻസെന്റാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ശ്വസിക്കുന്ന വായുവിന് കരം ഈടാക്കാൻ മൂക്കിന്റെ താഴെ മീറ്റർ ഘടിപ്പിക്കുന്നതും ഈ സർക്കാർ പരിഗണിക്കും എന്നായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ എം വിൻസെന്റിന്റെ പരിഹാസം. സാർ, ആരാച്ചാർക്ക് പോലും ഉള്ള ദയ ഈ സർക്കാരില്ല സാർ. ആരാച്ചാർ പോലും വെള്ളം ചോദിച്ചാൽ വെള്ളം കൊടുക്കും. ഇവർ വെള്ളം കൂടി മുട്ടിക്കുന്ന ഒരു സർക്കാരാണ് സാർ. സാർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വെളിച്ചം തരുന്ന വൈദ്യുതിക്ക് വില വർദ്ധിപ്പിച്ചു, ചാർജ് വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ സർചാർജ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ വെള്ളക്കരവും കൂട്ടിയിരിക്കും സാർ. ഇനി ജനങ്ങളുടെ മൂക്കിലൊരു മീറ്റർ ഘടിപ്പിച്ച് ശ്വസിക്കുന്ന വായുവിനും കൂടി ഇനി ചാർജ് ഈടാക്കുമോ എന്നുള്ളത് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ സാർ. ജനദ്രോഹ ബജറ്റ് എന്നാരോപിച്ചുള്ള UDF MLA-മാരുടെ സത്യാഗ്രഹം 2ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതേസമയം അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വെള്ളക്കരം വർധനയിൽ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ സ്പീക്കറുടെ റൂളിംഗ്. വെള്ളക്കരം വർദ്ധിപ്പിച്ചത് ആദ്യം പ്രഖ്യാപിക്കേണ്ടത് സഭയിലായിരുന്നു. ഭാവിയിൽ ഇത് ശ്രദ്ധിക്കണം എന്നായിരുന്നു സ്പീക്കറുടെ റൂളിംഗ്. നയപരമായ തീരുമാനം സഭയിൽ പ്രഖ്യാപിക്കാതെ ഉത്തരവിറക്കിയത് ചട്ടവിരുദ്ധമെന്ന് AP അനിൽകുമാർ ക്രമപ്രശ്നം ഉന്നയിച്ചിരുന്നു. ഇടവേള. വീണ്ടും വാർത്തയിലേക്ക്. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലുള്ള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ. ശ്വാസകോശത്തിൽ അണുബാധയായതിനാൽ ആന്റിബയോട്ടിക് ആരംഭിച്ചെന്നും ഡോക്ടർ അറിയിച്ചു. ഉമ്മൻചാണ്ടി സാറിന് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്, ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷൻ ആണ്. അത് ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റൗണ്ട് ദ ക്ലോക്ക് കെയർ കൊടുക്കുന്നുണ്ട്. വന്നപ്പോൾ ചെറിയ ശ്വാസം മുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനേക്കാളും ബെറ്റർ ആണ്. നമ്മൾ നോൺ ഇൻവേസീവ് വെന്റിലേഷൻ എന്ന് പറഞ്ഞ പ്രഷറിൽ ഓക്സിജൻ അകത്തേക്ക് കൊടുക്കുന്ന ആ ട്രീറ്റ്മെൻറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ ആരോഗ്യനില തൃപ്തികരമാണ്. ഉമ്മൻചാണ്ടിക്ക് കേരളത്തിന് പുറത്ത് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നും ആവശ്യമെങ്കിൽ എയർലിഫ്റ്റ് ചെയ്യണമെന്നുമാണ് മകൾ അച്ചു ഉമ്മന്റെ ആവശ്യം. നിംസിലെ ഡോക്ടർമാരുമായി അച്ചു ഉമ്മൻ ചർച്ച നടത്തി. ന്യൂമോണിയ ഭേദമായ ശേഷം എയർലിഫ്റ്റ് ചെയ്യുന്ന കാര്യം പരിഗണനയിലുണ്ട്. അതിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ചു. മകളുമായും ഡോക്ടർമാരുമായും വീണ കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമായിരുന്നു സന്ദർശനം. ഇന്നലെ CM അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു, മകനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, CM നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ വന്ന് സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ മകളെ കണ്ടു. മറ്റ് ഇവിടെ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത ഡോക്ടേഴ്സിനെയും കണ്ടിട്ടുണ്ട്. അല്ല, ഇത് സംബന്ധിച്ച് ഇവിടെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ഡോക്ടർ മഞ്ജു ആണ് ചെയർ ചെയ്യുന്നത്. മെഡിക്കൽ ബോർഡിൽ രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നോക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദങ്ങളിൽ ദുഃഖമുണ്ടെന്ന് പുതുപ്പള്ളിയിലെ കോൺഗ്രസ് പ്രവർത്തകർ. വിവാദങ്ങളിൽ കഴമ്പുണ്ട് എന്ന് കരുതുന്നില്ല. ആരോഗ്യം വീണ്ടെടുക്കാൻ മതിയായ ചികിത്സ നൽകണമെന്നാണ് അഭിപ്രായമെന്നും അവർ പറയുന്നു. ഉമ്മൻചാണ്ടിയുടെ ചികിത്സ, അത് ചില വിവാദങ്ങൾ അതിനെ തുടർന്നുണ്ടായി. എന്തായാലും പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിനൊപ്പം എപ്പോഴും കാണുന്ന മനുഷ്യരുണ്ട്, ഇവിടുത്തെ പ്രവർത്തകരുണ്ട്. അവർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് ചോദിക്കാം. ചേട്ടാ, ഇത് സാധാരണ നിലയിൽ കാണാത്തൊരു വിവാദമാണ്. ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ, അതിനെന്തെങ്കിലും വസ്തുതയുണ്ടോ? അദ്ദേഹത്തെ പോലെ ഒരാളുടെ ആരോഗ്യസ്ഥിതിനെ സംബന്ധിച്ച് ഒരു തർക്കങ്ങൾ ഉണ്ടാകുന്നതും വിവാദങ്ങൾ ഉണ്ടാകുന്നതും ഒട്ടും ശരിയല്ല. അത് അദ്ദേഹത്തിനെ കൂടുതൽ വേദനിപ്പിക്കും എന്ന് ഇതിന് ഉണ്ടാവുകയുള്ളൂ. ആശുപത്രി ചെന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ട സ്ഥിതിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ പിഴവ് വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടോ? അല്ല, അദ്ദേഹം 2015 ഇതിൻ്റെ അദ്ദേഹത്തിനൊരു ചെറിയ സംസാരത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായി. അന്നേരം മുതൽ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. അത് ആയുർവേദത്തിൽ നടത്തിയിട്ടുണ്ട്, ഹോമിയോ നടത്തിയിട്ടുണ്ട്, അല്ല അലോപ്പതി ഉണ്ട്. എല്ലാ രംഗങ്ങളിലും അത് പരിശോധിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റിലാണ് അദ്ദേഹം അന്ന് മുതൽ ഇന്ന് വരെയും. ഈ സമയത്ത് ഒരു പനിയും ശ്വാസം മുട്ടലും കഫക്കെട്ടും ഉണ്ടായെന്നുള്ളതേ ഉള്ളൂ. അത് ഒരു വിവാദമാക്കേണ്ടത് ഒരു കാര്യമില്ല. ആ വിവാദത്തിനോട് ഞങ്ങൾ പുതുപ്പള്ളിയിലെ ഈ വാർഡിലെ ജനപ്രതിനിധികളായാലും ഇവിടുത്തെ സഹപ്രവർത്തകരാരും വിവാദത്തിനോട് യോജിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ആയുസ്സും കൂടുതൽ നാൾ നിലനിർന്ന്
അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രവർത്തനം പുതുപ്പള്ളിയിൽ ആവശ്യമാണെന്നാണ് ഞങ്ങളിൽ ഓരോരുത്തരും കഴിയുന്നത്. അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പുതുപ്പള്ളിയിലെ എല്ലാ ജനങ്ങളുടെയും ആഗ്രഹം അതാണ്. ചേട്ടാ, ഈ അപ്പം മതിയായ ചികിത്സ നൽകി എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് നിങ്ങൾക്കുള്ളത് അല്ലേ? ആ ഒരു ചിന്ത തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഇപ്പം അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഈ ചികിത്സയ്ക്ക് കുഴപ്പമില്ല, എൻ്റെ കുടുംബവും എൻ്റെ പാർട്ടിയെല്ലാം എന്നെ സഹായിച്ചെന്ന് പറഞ്ഞല്ലോ. ആ ഒരു ചിന്താഗതി ഞങ്ങൾക്കുള്ളത്. കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ സഹോദരനൊക്കെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴാണ് ഇതിനൊരു അടിസ്ഥാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് മാധ്യമങ്ങളിലൊക്കെ കൂടുതലായി വാർത്തയൊക്കെ വരികയൊക്കെ ചെയ്തത്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതൊക്കെ നിങ്ങളുടെ ഈ വാർത്താ മാധ്യമങ്ങൾ കണ്ടുള്ള അറിവേ ഞങ്ങൾക്കും ഉള്ളൂ, അത് കൂടുതലൊന്നും അറിയത്തില്ല. എങ്ങനെയാണ് അദ്ദേഹം കുറേ കാലമായിട്ട് ഇവിടുന്ന് വിട്ടു നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിപ്പം ഞായറാഴ്ചകളിലെ പുതുപ്പള്ളിയൊക്കെ നമ്മളൊക്കെ ഒരുപാട് കാണുന്നതാണ്. അതിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് വരും, തിരിച്ചെത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും സാറിനെ പോലൊരു മനുഷ്യൻ ഈ കേരളത്തിലെ ഒട്ടനവധി രോഗികളായ ആൾക്കാർക്ക് അതുപോലെ കൈത്താങ്ങ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ക്ഷീണാവസ്ഥയിൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായതിൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്കും ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കും എല്ലാവർക്കും വളരെയധികം സങ്കടമുണ്ട്. സാർ എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യവാനായിട്ട് വരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പുതുപ്പള്ളിക്കാർക്ക്. എന്താണ് നിങ്ങൾക്ക് അവിടുന്ന് ചേച്ചി കിട്ടുന്ന വിവരം? എന്താണ് ഒരു എന്തെങ്കിലും വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ ചികിത്സ സംബന്ധിച്ച്? ഞങ്ങൾ നേരിട്ട് പോയി കണ്ടതാണ്. നല്ല രീതിയിൽ സാധാരണ ട്രീറ്റ്മെൻറ്റും ചികിത്സയും സഹായങ്ങളും അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ പുതുപ്പള്ളിക്കാരെ സംബന്ധിച്ച് ഈ വിവാദങ്ങളോട് ഞങ്ങൾ യോജിക്കുന്നില്ല. വാർഡ് മെമ്പർ നിലയ്ക്ക് സാറ് പുതുപ്പള്ളിക്കാരുടെ ജീവനും ഓരോരുത്തരുടെയും ശരീരത്തിൽ നീരും ജീവനാണെന്ന് വേണേൽ പറയാം. സാറിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാറിന് ഇപ്പോൾ ഇതിലും കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ചികിത്സ ട്രീറ്റ്മെൻറ്റ് കിട്ടി സാറിന് ആരോഗ്യവാനായി തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തായാലും വിവാദങ്ങളിലൊന്നുമല്ല പുതുപ്പള്ളിക്കാരുടെ ശ്രദ്ധ. അദ്ദേഹം പെട്ടെന്ന് തിരിച്ചിവിടെ എത്തി വീണ്ടും സജീവമാകുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ആഗ്രഹവും. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം പോലീസിലെ അമിത ജോലി ഭാരത്തിന്റെ കാഴ്ചയായി വഞ്ചിയൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥ. കോടതി ശിക്ഷിച്ച കുറ്റവാളിക്കൊപ്പം ബൂട്ട് ധരിക്കാൻ പോലുമാകാത്ത കാലുമായാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ജോലി ചെയ്തത്. ആകെയുള്ള 6 വനിതാ പോലീസുകാരിൽ 2 പേർ പോക്സോ കോടതി ഡ്യൂട്ടിയിലാണ്, ഒരാൾ പ്രസവാവധിയിൽ. പോലീസിലെ ക്രിമിനലുകൾക്കെതിരെയുള്ള ആഭ്യന്തര വകുപ്പ് നടപടി പ്രശംസനീയമാണ്. എന്നാൽ സേനയിലെ ആൾക്ഷാമവും അമിത ജോലിഭാരവും പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്? വഞ്ചിയൂർ സ്റ്റേഷനിൽ ആകെയുള്ളത് 6 വനിതാ പോലീസുകാർ. ഇതിൽ 2 പേർ സ്ഥിരമായി 2 പോക്സോ കോടതികളിലായി ഡ്യൂട്ടിയിലാണ്. ഒരാൾ പ്രസവ അവധിയിൽ. മറ്റുള്ളവർക്ക് ക്രമമനുസരിച്ച് നൈറ്റ് പാറാവ് ഡ്യൂട്ടിയുണ്ട്. സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പുറമെ കൺട്രോൾ റൂം ഡ്യൂട്ടിക്ക് 1 ദിവസമെങ്കിലും പോകണം. മാസം 2 ദിവസമെങ്കിലും പിങ്ക് പട്രോളിന്റെ ഭാഗമാകണം. പിങ്ക് പട്രോളിംഗ് ഇപ്പോൾ രാത്രിയും ഏർപ്പെടുത്തിയപ്പോൾ ഒരാളെപ്പോലും അധികമായി ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടില്ല. വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആഗ്നസിനാണ് പോക്സോ കേസിൽ 7 വർഷത്തേക്ക് കോടതി ശിക്ഷ വിധിച്ച ട്രാൻസ്ജെൻഡറിനൊപ്പം പരിക്കേറ്റ കാലുമായി സുരക്ഷ പോകേണ്ടി വന്നത്. കാലിന് പരിക്കുള്ളതിനാൽ പോക്സോ കോടതിയിലെ ഡ്യൂട്ടിക്കാണ് സ്റ്റേഷനിൽ നിന്ന് ആഗ്നസിനെ നിയോഗിച്ചിട്ടുള്ളത്. ആൾക്ഷാമം കാരണം ആഗ്നസ് സ്വമേധയാ ഡ്യൂട്ടി എടുത്തു പോവുകയായിരുന്നു എന്നാണ് അറിയുന്നത്. ഒരു സ്റ്റേഷനിൽ മാത്രമല്ല, പല സ്റ്റേഷനുകളിലും ആൾക്ഷാമം പ്രശ്നം തന്നെയാണ്. വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തയിൽ നിന്ന് കാണാം. നമസ്കാരം.